എല്ലാവർക്കും ജോക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ? കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതുപോലെ തന്നെ ഇതിന് മൈദയൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ 10 ഓറഞ്ചിന്റെ ക്രീം ബിസ്ക്കറ്റും പിന്നെ 5 മാരിയുടെ ബിസ്ക്കറ്റുമാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു 3 സ്പൂൺ ആയാലും മതിയാകും. അത് ടേസ്റ്റിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇത് കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 അല്ലെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. അത് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നല്ല കുറുക്കുവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 ഓറിയോൻ്റെ ബിസ്ക്കറ്റും 5 ബോർബോണിൻ്റെ ബിസ്ക്കറ്റുമാണ് എടുക്കുന്നത്. ഈ ബിസ്ക്കറ്റിന് ഈ കണക്കൊന്നും വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ പൊടിച്ചിട്ട് വരാം. രണ്ടിലും സെയിം ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതും ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിയിൽ തന്നെ ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 3 സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് കേക്ക് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ 2 ബാറ്ററും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഒരു ചെരുവത്തിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് ആ ഒരു പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി വലിപ്പമുള്ള പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ബാറ്റർ ഒത്തിരി കൂടുതലൊന്നുമില്ല. അപ്പോൾ കുറച്ചായിട്ട് ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ നല്ല കേക്കായിട്ട് കിട്ടും. അതിലേക്ക് ഞാൻ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ള പേപ്പർ വെച്ചിട്ടായാലും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണയൊന്ന് നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സീബ്ര കേക്ക് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഓരോ ബാറ്റർ മാറി മാറി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, പിന്നെ അതിലേക്ക് മറ്റേ കളറുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മാറി മാറി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് 1-2 സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിനായിട്ടാണ് കുറച്ച് സമയം പോകുന്നത്. അത് കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെയ്യണം. മറ്റേ ഇതിനെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ ഇത് 2 പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് തട്ടുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നാലാണ് നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടുക. അപ്പോൾ നല്ല പൂ പോലെയുള്ള നല്ല ആകൃതിയിൽ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യയിൽ നിങ്ങൾ ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഇതുപോലൊരു തട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൻ്റെ തട്ട് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പ് വേണമെങ്കിൽ വെക്കാം. എന്ത് വേണമെങ്കിലും അങ്ങനെ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ചെരുവം വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഹോളും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പം തീ എപ്പോഴും സിമ്മിൽ ഇടണം.
ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടതിന് ശേഷം വേണം നമ്മൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 40-45 മിനിറ്റാണ് ഇതിനാവശ്യമായിട്ട് വരിക. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അടിവശമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കളറിൽ നല്ല ഭംഗിയിൽ തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറാണ്. നല്ല സോഫ്റ്റുമാണ്. ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനിതൊന്ന് മുറിച്ചും കൂടി നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഈ കേക്ക് നമുക്കറിയാം ചിലവൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇത് ഉണ്ടാക്കി. എല്ലാ പ്രാവശ്യവും നന്നായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.